My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കേന്ദ്രീകരിച്ച ലെക്ചേഴ്സ് ആൻഡ് ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 318 എപ്പിസോഡിൽ ആൻറ്റിമോണിയം ടാർട്ടാറിക്കം എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ തുടർച്ചയായിട്ട് ശ്വാസകോശ സംബന്ധമായ വളരെ ഗുരുതരമായ മരണകാരണം തന്നെ ആയേക്കാവുന്ന ചില അവസ്ഥകളിൽ കൃത്യമായിട്ട് എങ്ങനെ ഈ ഔഷധത്തിൻ്റെ പ്രയോഗസാധ്യതയെ കണ്ടെത്താം എന്ന് കെൻഡ് വിശദീകരിക്കുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട താരതമ്യങ്ങളിലൂടെയാണ് കെൻഡത് വിശദീകരിക്കുന്നത്. അമോണിയം ക്രൂഡം, കാലിസൾഫൂറിക്കം, ലൈക്കപ്പോഡിയം എന്നീ 3 ഔഷധങ്ങളുമായിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള താരതമ്യവും കെൻഡ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൻറ്റിടാർട്ട് കൂടാതെ കാലിസൾഫ്, അമോണിയം ക്രൂഡം, ലൈക്കപ്പോഡിയം തുടങ്ങിയ ഔഷധങ്ങളെക്കുറിച്ചും ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് കൃത്യമായിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവയെക്കുറിച്ചുള്ള ലെക്ചേഴ്സിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ സാന്ദർഭികമായി മറ്റ് ലെക്ചേഴ്സിൽ പറയാറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന വളരെ വിലപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. ഇൻ കേസസ് ഓഫ് ന്യൂമോണിയ വെൻ ഫസ്റ്റ് കമ്മിങ് ഡൗൺ വിത്ത് എ ചിൽ, അപ്പോൾ ആദ്യം ഒരു കുളിരും പനിയും അതോടുകൂടി ആരംഭിക്കുന്ന ന്യൂമോണിയ, ഇറ്റ് മേ ബി എ വെരി വയലൻ്റ് അറ്റാക്ക്. അത് വളരെ രൂക്ഷമായ ഒരു ന്യൂമോണിയ ബാധ ആയിരിക്കാം. സച്ച് ആൻ അറ്റാക്ക് ആസ് ഫ്രം ഇറ്റ്സ് വയലൻസ് പ്രൊഡ്യൂസ്ഡ് പ്രൊസ്ട്രേഷൻ ഏർലി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ന്യൂമോണിയയുടെ വരവിൻ്റെ ആ ഒരു രൂക്ഷത നിമിത്തം വളരെ നേരത്തെ തന്നെ രോഗി തളർന്ന് അവശതയിലായി പോകുന്നു. അപ്പോൾ ഈ നേരത്തെ എന്ന് പറയുന്നത് എന്താണ്, എത്രയാണ്? ദാറ്റ് ഈസ് ആഫ്റ്റർ 3 or 4 days. തുടങ്ങി 2-3 ദിവസത്തിനകം സ്വാഭാവികമായിട്ടും ഒരു തളർച്ച വന്ന് ആൾ കിടന്നു പോകാനുള്ള ആ കാലയളവിൽ എടുത്തിട്ടില്ല. കാലയളവ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചു കാണും. എനിക്കത്ര കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. പക്ഷേ അതിനേക്കാൾ നേരത്തെ 3-4 ദിവസത്തിനകം ആൾ തളർന്ന് അവശമായി ഒരു പ്രൊസ്ട്രേഷൻ വരും. ഇറ്റ് ഈസ് നോട്ട് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ബിഗിനിങ് ഡ്യൂറിങ് ദ ചിൽ. അപ്പോൾ തുടക്കത്തിൽ ഈ കുളിരോടുകൂടി തുടങ്ങുന്ന ആ തുടക്കത്തിൻ്റെ സാഹചര്യത്തിൽ ആൻറ്റിടാർട്ടിൻ്റെ ഒരു സൂചനയില്ല, അതിൻ്റെ പ്രയോഗ സാധ്യതയില്ല. ആൻഡ് ഡ്യൂറിങ് ദ ഹൈ ഗ്രേഡ് ഓഫ് ഇൻഫ്ലമേഷൻ, ഒരു ഇൻഫ്ലമേഷൻ ശ്വാസകോശങ്ങളിൽ വീക്കം ഉണ്ടായി വളരെ രൂക്ഷമായ ഒരു കാലയളവിലും ഇതിന് പ്രയോഗസാധ്യതയില്ല. പക്ഷെ എപ്പോഴാണ്? ബട്ട് ഡ്യൂറിങ് ദ സ്റ്റേജ് ഓഫ് എക്സ്യുഡേഷൻ, ശ്വാസകോശത്തിൻ്റെ അകത്ത് സ്രവങ്ങളുണ്ടായി. സ്രവങ്ങളുടെ വിശദമായ സ്വഭാവവും കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റും. ഏതായാലും പലതരം സ്രവങ്ങളുണ്ടായി ശ്വാസകോശം നിറഞ്ഞ് വിങ്ങി കെട്ടിയിരിക്കുന്നൊരവസ്ഥ. ആ ഒരു സാഹചര്യത്തിലാണ് അത് നിങ്ങൾക്ക് സ്റ്റെതസ്കോപ്പും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഘട്ടത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഘട്ടത്തിലാണ് ആൻറ്റിടാർട്ടിൻ്റെ പ്രയോഗം വരുന്നത്. ബട്ട് ദ വയലൻസ് ഓഫ് ദ അറ്റാക്ക് ലീഡ്സ് ഹിം ടു എ സ്റ്റേറ്റ് ഓഫ് പ്രൊസ്ട്രേഷൻ. അപ്പോൾ ഈ ഒരു അറ്റാക്ക്, ഈ ഒരു രൂക്ഷത കൊണ്ട് ആള് തളർന്നു പോകും, തളർന്ന് കിടന്നു പോകും. ഓർ ഇനി മറ്റൊരു സാധ്യത, ഒന്ന് ഈ ഒരു ആഘാതം, ന്യൂമോണിയയുടെ ഈ ആഘാതം കൊണ്ട് വെള്ളമൊക്കെ വന്ന് കെട്ടി ശ്വാസകോശം കട്ടി ആയി തീരുന്നൊരവസ്ഥയിൽ അതുകൊണ്ട് ആൾ കിടന്നു പോകാം, ആ വയലൻസ് കൊണ്ട്. അല്ലെങ്കിൽ രണ്ടാമത്തെ സാധ്യത, ഈ രോഗി നേരത്തെ തന്നെ അവശനാണ്, അല്ലെ അവശയാണ്, ഓൾറെഡി ഫീബിളാണ്, ഒരു ഫീബിൾ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതെങ്ങനെയാണ്? ആസ് ഇഫ് ഹി വർ ഓൾഡ്. ഈ രോഗി വൃദ്ധനോ വൃദ്ധയോ ആയിരുന്നാലെന്ന പോലെ, വൃദ്ധനോ വൃദ്ധയോ ആസിഫാണ്, ആയിരുന്ന പോലെ വാർദ്ധക്യത്തിൽ സംഭവിക്കുന്നത് പോലെ ഈ രോഗി വളരെ അവശതയുള്ള ഒരവസ്ഥയായിരുന്നെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേന് ആൾ വീണു പോകും. അങ്ങനെ ഒന്നാമത് സാധ്യത, ഈ വരവിൻ്റെ രൂക്ഷത കൊണ്ട് ആൾ കിടന്നു പോകുന്നു. അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമെന്ന് തോന്നുന്ന തരത്തിലുള്ള അവശത കൊണ്ടും
ഓൾറെഡി അവശതയിലായിരുന്നുകൊണ്ടും ഈ രോഗി പ്രൊസ്ട്രേഷനിലായി പോകുന്നു. അപ്പോൾ ഓൾഡ് ഏജ് ആയാൽ ആൻഡ് ദെയർഫോർ ഹി ബിക്കംസ് ഈസിലി റിലാക്സ്ഡ്, വളരെ എളുപ്പം ആൾ തളർന്നു പോകുന്നു. ആൻഡ് പ്രൊസ്ട്രേറ്റഡ്, ആകെ മരിച്ച പോലെ ചത്ത പോലെ കടന്നു പോകുന്നു. ഓൾ ടുഗദർ അൺലൈക്ക് അക്കോണൈറ്റ്, ബെൽഡോണ, ഇപ്പക്കാക്ക് ആൻഡ് ബ്രയോണിയ. അപ്പോൾ ഒരു 4 ഔഷധങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ അല്ല എന്ന് പറയുകയാണ്. എങ്ങനെയൊക്കെയാണ്? അക്കോണൈറ്റ് നമുക്കറിയാം, ബെൽഡോണ നമുക്കറിയാം, ഇപ്പക്കാക്ക് അറിയാം, ബ്രയോണിയ അറിയാം. അങ്ങനെയൊന്നും അല്ല, അതിനൊരു രൂക്ഷതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അല്ലാത്തത്? ഈ 4 ഔഷധങ്ങളും ഫോർ ദ കം ഡൗൺ വിത്ത് വയലൻസ്, ഇത് 4ഉം വളരെ രൂക്ഷതയോടെയാണ് വരുന്നത്. ദ വെരി ഓപ്പോസിറ്റ് ഈസ് പ്രസന്റ് ഇൻ ആന്റിമോണിയം ടാർട്ടാറിക്കം. അപ്പോൾ ഇവിടെ നേരത്തെ ഒരു വയലൻസ് ആന്റി ടാർട്ടിൽ പറയുന്നുണ്ട്. അത് ആ വരവിൻ്റെ ആ ഒരു രോഗാവസ്ഥയുടെ രൂക്ഷതയാണ്, അതായത് ആ രോഗി കാണിക്കുന്ന ആ രൂക്ഷ സ്വഭാവമല്ല. അക്കോണറ്റിലും ബെൽഡോണയിലും ഇപ്പക്കാക്കിലും ബ്രയോണിയിലും ആ രോഗി കാണിക്കുന്ന രൂക്ഷതയല്ല, രോഗാവസ്ഥയുടെ രൂക്ഷതയാണ് നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളിലൊന്ന്. പക്ഷെ ഇവിടെ ഈ 4ലും രോഗിയുടെ അവസ്ഥ വളരെ രൂക്ഷമാണ്. പക്ഷെ ആൻറ്റി ടാർട്ടിൽ അങ്ങനെയല്ല. എങ്ങനെയാണ്? പക്ഷെ ആൻറ്റി ടാർട്ടിൽ എങ്ങനെയാണ് അത് ലിസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. ലിറ്റിൽ ഫീവർ, കുറച്ച് പനി. കോൾഡ് സ്വെറ്റ്, തണുത്ത വിയർപ്പ്, നേരത്തെ കണ്ടവൻ. കോൾഡ്നെസ്, ആൾ തണുത്തിരിക്കുന്നു. റിലാക്സേഷൻ, ആളൊക്കെ തളർന്ന് അവശമായിട്ടിരിക്കുന്നു. ഹിപ്പോക്രാറ്റിക് ആസ്പെക്ട്, മരണം ആസന്നമായി ഉള്ള മുഖം, ശരീരപ്രകൃതി കണ്ടാൽ രോഗി മരിക്കാൻ പോകുന്നു. ഇതൊക്കെയാണ് ആൻറ്റിടാർട്ട് കാണിക്കുന്ന സൂചനകൾ. പക്ഷേ അക്കോണൈറ്റും ബെൽഡോണും ഇപ്പം ബ്രയോണിയയും ഒക്കെ ഉണ്ട്, അതിനും ന്യൂമോണിയ ഉണ്ട്. പക്ഷെ അതിന് ഒരാൾ രൂക്ഷതയായിരിക്കും, ഈ സാഹചര്യമല്ല. സോ ഇറ്റ് ഈസ് ദ റെമഡി ദാറ്റ് ക്ലോസസ് ഔട്ട് ദ സീൻ with the severe case of bronchitis pneumonia. Most of these cases die in an antimonium tart state. അപ്പോൾ ഈ ആന്റിമോണിയം ടാർട്ട് സ്റ്റേറ്റ് എന്താണ്? ഈ പറഞ്ഞ പോലെ പ്രൊസ്ട്രേഷനിൽ വന്നു പോകുന്നു. വളരെ രൂക്ഷമായ രോഗാവസ്ഥ വന്ന് ആൾ തളർന്നാവശ്യമായി കടന്നു പോകുന്നു. അല്ലെങ്കിൽ ഒരു വാർദ്ധക്യത്തിൽ എന്ന പോലെ ക്ഷീണിതമായിരിക്കുന്നൊരവസ്ഥയിൽ ആൾ കടന്നു പോകുന്നു. അങ്ങനെ വന്ന് ചെറിയ പനിയോടുകൂടി, തണുത്ത വിയർപ്പോടുകൂടി, ആ ശരീരമായ തണുത്ത് തളർന്ന് മരണവാസനമായ മുഖത്തോടുകൂടി കിടക്കുന്നൊരവസ്ഥയിൽ സാധാരണഗതിയിൽ അത് ബ്രോങ്കൈറ്റിസ് ആണെങ്കിലും അത് ന്യൂമോണിയ ആണെങ്കിലും മറ്റെന്താണെങ്കിലും ആൾ സാധാരണഗതിയിൽ മരിച്ചു പോകുമായിരുന്നൊരവസ്ഥ ആൻറ്റി ടാർട്ട് കൊണ്ട് ആ ഒരവസ്ഥയെ പരിഹരിക്കുന്നു. ക്ലോസ് ഡൗൺ ദ സീൻ, ആ രംഗം, ആ മരണകരമായ രംഗം അവിടെ അവസാനിക്കുന്നു, ശുഭപര്യവസായിയാകുന്നു. അതാണ് ആ ഒരു കൃത്യമായിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത്. ഇനി വീണ്ടും പറയുന്നുണ്ട്, ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. ദിസ് പേഷ്യൻറ്റ് ഈസ് എൻ ഓൾഡ് ഗോട്ടി പേഷ്യൻറ്റ്. നേരത്തെ കണ്ടാണ് ഗോട്ടി പേഷ്യൻറ്റിറ്റാലിസ്റ്റ് ആണ്. വാദസംബന്ധമായ പ്രശ്നങ്ങളുള്ള, സന്ധിവേദനയൊക്കെ ഉള്ള ഒരു രോഗിയാണ് ഇയാള്. ആൻറ്റിടാർട്ട് ഡെബിലിറ്റേറ്റഡ് ഫ്രം ലോങ് ഇൽനസ്, നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ആള് ആകെ ക്ഷീണിതയോ ആണ്. ഓൾവേസ് ഷിവറിങ്, എപ്പോഴും തണുത്ത് വിറച്ചിരിക്കുകയാണ്. പെയിൽ, വിളറിയ അവസ്ഥയാണ്. വിത്ത് എൻലാർജ്ഡ് ജോയിൻസ്, സന്ധികൾ വീർത്തിരിക്കുകയാണ്, വിങ്ങിയിരിക്കുകയാണ്. ഇനി വീണ്ടും പറയുന്നു, എവറി സ്പെൽ ഓഫ് വെറ്റ് വെതർ ബ്രിങ്സ് ഓൺ എ കാറ്റാറൽ സ്റ്റേറ്റ് ഓഫ് ദ ചെസ്റ്റ്, ലാരിങ്സ് ആൻഡ് ട്രക്കിയ വിച്ച് റൺസ് ഇൻ ടു എ സ്റ്റേറ്റ് ഓഫ് കോപ്പിയസ് സെക്രഷൻ ഓഫ് മ്യൂക്കസ്. ആൻറ്റിടാർട്ട് പേഷ്യന്റ് എങ്ങനെയിരിക്കുമെന്നതിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തത വരുത്തുകയാണെങ്കിൽ എൻ്റെ ഇവിടെ ഓരോ ഈർപ്പമുള്ള കാലാവസ്ഥയിലും മഴയിലും, ഇവിടെയാണെങ്കിൽ വേർത്തൊലിക്കുന്ന വേനൽക്കാലവും കൂടി അതിനോട് ചേർന്ന് വേണേൽ വരാം. ആ ഒരു അവസ്ഥയിൽ എങ്ങനെ വരും? ഓരോ കാലാവസ്ഥ ഭേദത്തിലുണ്ട്. എവരി ചേഞ്ച് ആ പറയുന്നു. ഓൺ എ കാറ്ററൽ സ്റ്റേറ്റ് ഓഫ് ദ ചെസ്റ്റ്, ലാരിങ്സ് ആൻഡ് ട്രക്കിയ, നെഞ്ചില്, സ്വനപേടകത്തില്, ശ്വാസപേടകത്തില്, ശ്വാസനാളിയിലൊക്കെ ഒരു കഫസംബന്ധമായ ഒരു അവസ്ഥ വരുന്നു. അത് ഇങ്ങനെ തുറന്നു നിന്നിട്ട് അമിതമായ കഫത്തിൻ്റെ ആ ഒരു സെക്രഷൻ അതിങ്ങനെ ഊർന്ന് വരുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. ഹീസ് ഇൻ ബെഡ് അറ്റ് വൺസ്, അങ്ങനെ വരുമ്പോൾ ആൾ കിടന്നു പോകുന്നു. പ്രൊസ്ട്രേറ്റഡ്, ആകെ തളർന്ന് ആവശ്യമായി കിടന്നു പോകുന്നു. വിത്ത് കോഴ്സ് റാറ്റ്ലിംഗ്, കട്ടിയുള്ള കഫം നെഞ്ചിൽ നിറഞ്ഞ് ആ ഒരു കുറുങ്ങൽ. ഈ കുട്ടികളിൽ പറയാം, ഇൻ ചിൽഡ്രൻ ദാറ്റ് ആർ ഫ്രീക്വന്റ് അറ്റാക്സ് ഓഫ് ബ്രോങ്കൈറ്റിസ് ഫ്രം കോൾഡ് വെറ്റ് വെതർ, from cold rainstorms in the autumn, in the spring and cloudy weather.
കുട്ടികളിൽ ഏതൊക്കെയാണ് സാഹചര്യങ്ങൾ? അവർ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ബ്രോങ്കൈറ്റിസ് വരുന്നു. എങ്ങനെയാണ്? തണുത്ത ഈർപ്പമുള്ള കാലാവസ്ഥയിൽ. ഇപ്പം നമ്മളിവിടെയാണെങ്കിൽ മഴക്കാലം എന്ന് പറയാം, നമ്മളിവിടുത്തെ മഞ്ഞുകാലത്ത് വെട്ടല്ല. ഫ്രം കോൾഡ് റെയിൻ സ്റ്റോംസ് ഇൻ ഓട്ടം, അവിടുത്തെ കാലാവസ്ഥ ഓട്ടവും സ്പ്രിങ്ങും എടുക്കണ്ട. ഇവിടെ തണുത്ത മഴ, വേനൽ മഴയോ കാലം തെറ്റി പെയ്യുന്ന മഴയോ ഒക്കെ ആകാം. അപ്പോൾ തണുപ്പും ഈർപ്പവും എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഓപ്പറേറ്റീവ് പാർട്ട്. ആ ഒരു സാഹചര്യങ്ങളിൽ ഈ കുട്ടികളിൽ ഈ ബ്രോങ്കൈറ്റീസും മറ്റുമൊക്കെ വരുന്നൊരു സാഹചര്യം. ഇനി അവരെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. നോ സൂണർ ഡു ദ ഗെറ്റ് ഓവർ വൺ കോൾഡ് ആൻഡ് അനദർ കോൾഡ് കംസ് ഓൺ. ഒന്ന് കഴിഞ്ഞു, ഒരു തണുപ്പടിച്ചൊരു പ്രശ്നം കഴിഞ്ഞു, വീണ്ടും അടുത്ത വന്നു കഴിഞ്ഞു. ഇൻ അക്യൂട്ട് സ്റ്റേജ് ഈസ് നെവർ വയലന്റ് വിത്ത് ദം. ഇതിൻ്റെ ഒരു അക്യൂട്ട് കണ്ടീഷനിൽ ഇവരിൽ ഒരു വയലന്റ് സിംറ്റംസ് അല്ല. ബട്ട് ദ കീപ് ഹാവിങ് ദീസ് പാസീവ് റാറ്റ്ലിംഗ് കോൾസ്. പാസീവായിട്ടിങ്ങനെ മയത്തിലിങ്ങനെ നിൽക്കുന്ന ആ ഒരു കുറുങ്ങലും മറ്റുമാണ് ഇവരിലുള്ളത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികളിൽ ഈ ഒരു സാഹചര്യം ആശയക്കുഴപ്പമുണ്ടാകുന്ന കുട്ടികളിൽ ആക്റ്റീവായിട്ടുള്ള ഓരോ തണുത്ത ഈർപ്പുള്ള കാലാവസ്ഥയിൽ അവർക്ക് വരുന്നുണ്ട്, ഒന്നിന് പിന്നാലെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ അത് ആക്റ്റീവല്ല, അത് പാസീവായിട്ടുള്ള അവസ്ഥയാണ്. കുറുങ്ങലിങ്ങനെ പാസീവായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. റിക്കറന്റ് റാറ്റ്ലിംഗ് ഇൻ ദ ചെസ്റ്റ്, ഇടക്കിടക്ക് വരുന്ന ഈ നെഞ്ചിലെ കുറുങ്ങൽ. ചില്ലി ആൻഡ് പെയിൻ, ഒരു തണുപ്പത്തിയായിട്ടുള്ള കുട്ടിയാണ്, വിളറിയ കുട്ടിയാണ്. നമ്മൾ ആൻറ്റിറ്റാർട്ട് കുട്ടി വിളറി ഒക്കെ ആയിട്ടുള്ള കുട്ടിയാണ്, പ്രൊസ്ട്രേറ്റാണ്. പക്ഷേ ഇങ്ങനെ അല്ലാത്തൊരു വിഭാഗത്തെക്കുറിച്ച് കെൻഡ് പറയുന്നുണ്ട്. അവരെങ്ങനെയായിരിക്കും, അവർക്കുള്ള ഔഷധം എന്തായിരിക്കും എന്ന് കെൻഡ് പറയുന്നത്. അതും നമുക്ക് ആശയക്കുഴപ്പമായിരിക്കുകയാണ്. ദോസ് ഫ്ലോറിഡ് ചിൽഡ്രൻ, നല്ല ചുവന്ന് കൊടുത്ത് റോസി എന്നൊക്കെ പറയുന്ന ഫ്ലോറിഡ് ചിൽഡ്രൻ, അങ്ങനെ ഇരിക്കുന്ന കുട്ടികൾ. ഡു നോട്ട് ലുക്ക് സിക്ക്, അവരെ കണ്ടാൽ രോഗിയാണെന്ന് തോന്നില്ല, പക്ഷേ ആൻറ്റിറ്റാർട്ട് കുട്ടിയെ കണ്ടാൽ രോഗിയാണെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ തോന്നാത്ത കുട്ടികൾ, അവർക്ക് തണുപ്പടിച്ചു. ഇതേപോലെ തന്നെ ആർ മോർ ഓർ ലെസ് വിഗറസ്, അപ്പോൾ അവർ വളരെ വിഗറസ് ആണ്, രോഗാവസ്ഥയും വിഗറസ് ആണ്. ഹു ഹാവ് റാറ്റ്ലിംഗ് ഇൻ ചെസ്റ്റ്, നെഞ്ചിൽ കുറുങ്ങലുണ്ട്. ബട്ട് ഡു നോട്ട് കം ഡൗൺ വിത്ത് വീക്ക്നെസ്, അവർ പക്ഷേ ആൻറ്റിറ്റാർട്ട് കുട്ടിയെ പോലെ തളർന്ന് അവശമായി ഈ പറയുന്ന പ്രൊസ്ട്രേറ്റ് കണ്ടീഷൻ ആകുകയില്ല. ആൻഡ് ആർ നോട്ട് പ്രൊസ്ട്രേറ്റ് ഫ്രം ഇറ്റ് ബട്ട് കീപ്പ് ഓൺ റാറ്റ്ലിംഗ്. അവരുടെ ഈ നെഞ്ചിൻ്റെ കുറുങ്ങൽ ഇങ്ങനെ തുറന്നു പോകും. ഇവിടെ കൃത്യമായിട്ട് എൻ്റെ പറയുകയാണ്. ചില കുട്ടികൾ ഈ ചുമ വന്നു, കുറുങ്ങൽ വന്നു, ഛർദിയും മറ്റുമൊക്കെ വന്നു, കിടന്നു പോകും, ഫ്രസ്ട്രേഷൻ വരും. അത്തരക്കാരുടെ അല്ലാത്തൊരു വിഭാഗത്തെക്കുറിച്ച് പറയുകയാണ്. അവർ ഇങ്ങനെ നിൽക്കും. ദേ കോൾ ഫോർ കാലി സൾഫ്, അവർക്ക് വേണ്ടുന്നത് കാലി സൾഫാണ്. കാലി സൾഫ് അവരെ സുഖപ്പെടുത്തും. ദാറ്റ് ഈസ് ക്വൈറ്റ് എ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ. അത് ഔഷധങ്ങളെ കൃത്യമായി വ്യവച്ഛേദിച്ചറിയുന്ന ഒരു ഫാക്ടറാണ് ആ കുട്ടിയുടെ ജനറൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ വീക്ക്നെസ് അറ്റ് വൺസ് സ്പീക്സ് ഫോർ ദിസ് റെമഡി. ആ തളർച്ച, കുട്ടി അല്ല രോഗി തളർന്നു പോയി എന്നുള്ളതാണ് ആൻറ്റിറ്റാർട്ടിനെ പൊടുന്നനെ സൂചിപ്പിക്കുന്ന നിർണായകമായ ഘടകം. വീക്ക്നെസ് അറ്റ് വൺസ് സ്പീക്സ് ഫോർ ദിസ്, തൽക്ഷണം ഈ ഔഷധത്തെ ആവശ്യപ്പെടുന്നു. അത് ഈ ഔഷധത്തെക്കുറിച്ച് നിങ്ങളോട് പറയും ആ രോഗി, ആ ലുക്ക്. ഇൻ വെരി ഓൾഡ് പീപ്പിൾ ദിസ് വീക്ക്നെസ് ഒക്കേഴ്സ്. ഇനി വളരെ വൃദ്ധരായ ആളുകളിൽ ഈ ക്ഷീണം വരും. ഓൾഡ് ബ്രോക്കൺ ഡൗൺ പീപ്പിൾ ഹു ഹാവ് ഫോർ ഇയേഴ്സ് ഹാഡ് കാറ്റർ ഓഫ് ദ ചെസ്റ്റ്. ആകെ അനാരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് തളർന്ന് കിടപ്പായി പോയതരം രോഗികൾ, അവർക്ക് വർഷങ്ങളായിട്ട് നെഞ്ചിൽ ഈ കഫക്കെട്ടിൻ്റെ അവസ്ഥയുണ്ട്. അത് ഇറ്റാലിസാണ്, കാറ്റർ ഓഫ് ദ ചെസ്റ്റ് ഇറ്റാലിസാണ്. വെരി ഓൾഡ് പീപ്പിൾ ഇറ്റാലിസാണ്. വളരെ അവർ ഫ്രീക്വൻ്റ് ആയിട്ട് കാണാം. എവറി ഷാർപ്പ് കോൾഡ് സ്പെൽ ഇൻ ദ വിന്റർ ബ്രിങ്സ് ഓൺ കാറ്റർ ഓഫ് ദ ചെസ്റ്റ്. തണുപ്പ് കാലത്ത് വരുന്ന ഓരോ രൂക്ഷമായ തണുപ്പിൻ്റെ, തണുത്ത യൂസിലൊക്കെയാണ് തണുത്ത കാറ്റ് വരും. ഇവിടെ ആണെങ്കിൽ ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാക്സിമം ആ സ്ഥലങ്ങളിൽ, വിശേഷിച്ചും വലിയ തണുപ്പ് പോകുന്ന കിഴക്കൻ പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ പാലക്കാട് പോലെ ആ ഒരു തമിഴ്നാടൻ ക്ലൈമറ്റ് വരുന്ന സാഹചര്യങ്ങളിൽ അവിടെയൊക്കെ ഒരു തണുത്ത കാറ്റടിക്കുന്നു. അങ്ങനെയൊക്കെ ഓരോ തണുത്ത ആ ഒരു തണുപ്പിൻ്റെ ഒരു ആഘാതത്തിലും അവർക്ക് നെഞ്ചിൽ കഫക്കെട്ട് വരുന്നു. തിക്ക് വൈറ്റ് മ്യൂക്കസ്, അത് കളർ പ്രധാനപ്പെട്ടതാണ്, കട്ടിയുള്ള വെളുത്ത കഫമാണ്. ആൻഡ് അറ്റൻഡഡ് വിത്ത് ഗ്രേറ്റ് ഡിസ്നിയ, അതിനോടൊപ്പം വല്ലാതെ ശ്വാസം മുട്ടലുണ്ടാവും. ഡ്രൈവിംഗ് ഹിം ടു ബെഡ്, രോഗി അതുകൊണ്ട് പോയി കിടന്നു പോകും. ഹി മസ്റ്റ് സിറ്റ് അപ്പ് ഇൻ ബെഡ് ആൻഡ് ബി ഫാൻഡ്,
അയാൾക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ എഴുന്നേറ്റിരിക്കണം, അയാൾക്ക് വീശി കൊടുക്കണം, ഫാൻ ഇട്ട് കൊടുക്കണം, കാറ്റ് വേണം. കനോട്ട് ലൈ ഡൗൺ ബിക്കോസ് ഓഫ് ദ ഡിഫിക്കൽട്ട് ബ്രീതിങ്. ഈ ശ്വസിക്കാനുള്ള പ്രയാസം കൊണ്ട് ആൾക്ക് കിടക്കാൻ പറ്റില്ല. ആൻഡ് ഫില്ലിംഗ് ഓഫ് ദ ചെസ്റ്റ്, നെഞ്ചിലായ കഫം നിറഞ്ഞിരിക്കുകയാണ്. കിടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഊറി ചിലപ്പോൾ അപകടകരമായ അവസ്ഥയിലേക്ക്. അതുകൊണ്ട് ആള് സ്വാഭാവികമായിട്ട് എഴുന്നേറ്റിരിക്കും. ആന്റിമോണിയം ടാർച്ച് വിൽ ഈസ് ഹിം ഓവർ എ നമ്പർ ഓഫ് ദീസ് അറ്റാക്സ് ബിഫോർ ഹി ഡൈസ്. ഇത് വൃദ്ധരുടെ കാര്യത്തിലാണ്. വാർദ്ധക്യത്തിൽ അവശതയായി കഴിഞ്ഞു, അവർ മരിക്കും, സ്വാഭാവികമായിട്ടും മരിക്കാനുള്ള സമയമായി. പക്ഷെ അതിനു മുമ്പ് കുറേ തവണ ഈ ഒരു കണ്ടീഷനിൽ ആൻറ്റി ടാർട്ട് കൊണ്ട് അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇങ്ങനത്തെ ഒരു കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പത്രപ്രവർത്തനം തുടക്കകാലത്ത് ബാബുച്ചേട്ടനൊക്കെ ആയിട്ട് നിത്യേന എന്നുള്ള സമ്പർക്കം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ എൻ്റെ ഒരു സഹപ്രവർത്തകയുടെ പഴയൊരു വീട്ടുജോലിക്കാരൻ, അയാളിപ്പോൾ വാർദ്ധക്യത്തിലായി. അയാളുടെ പേരക്കുട്ടിയോടൊപ്പം ഇടക്കിടക്ക് വരും, എന്തെങ്കിലും മരുന്ന് വാങ്ങാൻ സഹായം ചെയ്യാൻ വരുന്നതാണ്. ഇതിങ്ങനെ ഒന്നിട്ട് അവിടെ കണ്ടപ്പോഴേക്കും ആദ്യം ഒരു വേനൽക്കാലത്ത് കണ്ടു, വേനൽക്കാലത്ത് ആദ്യം കാണുന്നു, പിന്നെ മഴക്കാലം വന്നു. അപ്പോൾ അയാളുടെ അവസ്ഥ മാറി. ഞാനപ്പോൾ ഈ സുഹൃത്ത് വഴി ഇയാളെ ഒന്ന് സംസാരിച്ചു, പേരക്കുട്ടിയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ആൻറ്റിറ്റാർട്ടല്ല കണ്ടീഷൻ, വേറെ കണ്ടീഷനായിരുന്നു. അപ്പോൾ ഞാനത് അയാളെ ബാബുച്ചേട്ടനടുത്ത് കൊണ്ടുപോയി. വീടുമായിട്ടൊരു 3-4 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ബാബുച്ചേട്ടനടുത്ത് കൊണ്ടുപോയി കേസെടുത്തു. അയാൾക്കൊരു മരുന്ന് കൊടുത്തു. ഈ കാലിസൾഫായിരുന്നു ഔഷധം. ബാബുച്ചേട്ടൻ ബയോകെമിക്കാണ് കൊടുത്തത്. ആ ബയോകെമിക്കോട്ട് ആ വർഷം 4 വർഷം വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോയി. ഇടയ്ക്കെന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഈ പേരക്കുട്ടി ആരെങ്കിലും വന്ന് മരുന്ന് വാങ്ങിക്കൊണ്ട് പോകും. പക്ഷെ 4 വർഷം വലിയ ബുദ്ധിമുട്ടില്ലാതെ, വലിയ ശ്വാസം മുട്ടലും മറ്റുമൊക്കെ പനിയും കുളിരുമൊന്നും ഇല്ലാതെ ജീവിച്ചു. വലിയ കുഴപ്പമില്ലാതെ തന്നെ ആൾ, വലിയ അവശതയില്ലാതെ, വീട്ടുകാരെയൊക്കെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ തന്നെ ആൾ മരിച്ചു പോവുകയും ചെയ്തു. വെൻ ദ മ്യൂക്കസ് ഇസ് യെല്ലോ ആൻഡ് പ്യൂർലൻറ്റ്, ഇനി മഞ്ഞ നിറത്തിലുള്ള കട്ടിയുള്ള കഫമാണ് വരുന്നതെങ്കിൽ, ഇൻ വൺ ഓഫ് ദീസ് ഓൾഡ് പീപ്പിൾ, ഈ വൃദ്ധരിൽ ഇവിടെ ആൻറ്റിറ്റാർട്ടിൻ്റെ കാര്യത്തിൽ വെളുത്ത കഫമാണ്. മഞ്ഞ കഫമാണ് വരുന്നതെങ്കിൽ അമോണിയാക്കം വിൽ ടൈഡ് ഹിം ഓവർ എ ഗുഡ് മെനി വിൻറ്റേഴ്സ്. അവിടെ അമോണിയാക്കമാണ് വരുന്നത്. അമോണിയാക്കം കുറേ മഞ്ഞുകാലങ്ങളെ മറികടന്ന് ജീവനോടെ സാമാന്യ ആരോഗ്യത്തോടെ നിലനിൽക്കാൻ ആ വാർദ്ധക്യത്തിലുള്ള വ്യക്തിയെ സഹായിക്കും. മഞ്ഞക്കഫം, കട്ടിയുള്ള മഞ്ഞക്കഫമാണെങ്കിൽ. വി സി എ ഗുഡ് മെനി ഓൾഡ് പീപ്പിൾ ദാറ്റ് സഫർ ഫ്രം കാറ്ററ ഓഫ് ദ ചെസ്റ്റ് ഡ്യൂറിങ് ദ വിന്റർ. മഞ്ഞുകാലത്ത് പൊതുവെ എല്ലാവർക്കും വരുന്ന. ദേ ഹാവ് ഹാഡ് ഇറ്റ് ഫോർ ഇയേഴ്സ്. വർഷങ്ങളായിട്ട് അവർക്ക് ആ കഫത്തിൻ്റെ പ്രശ്നം മഞ്ഞുകാലത്തുണ്ട്. ആൻഡ് ഡു നോട്ട് എക്സ്പെക്ട് ടു ബി എനി ബെറ്റർ. അവർക്കൊരു പ്രതീക്ഷയില്ല, ഇനി മെച്ചപ്പെടുമെന്നൊരു പ്രതീക്ഷ അവർക്ക് ഇല്ല. അതാണ് പൊതുവെയുള്ള സാഹചര്യം. തൽക്കാലം പോയി എന്തെങ്കിലും ഹോസ്പിറ്റലോ ക്ലിനിക്കിലോ പോയിട്ട് ഓക്സിജൻ മാസ്ക് ഒക്കെ വെക്കും, എന്തെങ്കിലും ഇഞ്ചക്ഷനൊക്കെ എടുക്കും, അങ്ങനെ പോരും. മെച്ചപ്പെടുന്ന പ്രതീക്ഷയില്ല. വെൻ ദ എക്സ്പെക്ടേഷൻ ഈസ് യെല്ലോ, അമോണിയാക്കം വിൽ പുൾ ദം ത്രൂ. മഞ്ഞക്കഫമാണെങ്കിൽ അമോണിയാക്കം അവരെ കുറേ വിൻ്ററിലൂടെ അവരെ എങ്ങനെ കടത്തിക്കൊണ്ട് പോകും. ആൻഡ് ആൻറ്റിമോണിയം ടാർച്ച് വെൻ ഇറ്റ് ഈസ് വൈറ്റ് ആൻഡ് അറ്റൻഡ് വിത്ത് പ്രൊസ്റ്റേഷൻ. ഈ വെളുത്ത കഫമാണ് ഇതിനോടൊപ്പം അവർക്ക് വല്ലാതെ തളർന്ന് കടന്നു പോകുന്ന അവസ്ഥയെങ്കിൽ ആൻറ്റി ടാർട്ട് അവരെ കുറേ മഞ്ഞുകാലങ്ങളിൽ കടന്നുകൊണ്ട് പോകും. സ്വെറ്റ്, കോൾഡ്നെസ്, പാലർ ആൻഡ് ബ്ലൂനെസ് ഓഫ് ദ ഫേസ് ആൻറ്റി ടാർട്ടിൽ പറയുന്നതാണ്. പ്രൊസ്ട്രേഷനോടൊപ്പമുള്ളത് കാര്യം വിയർപ്പ്, തണുത്തിരിക്കുന്ന അവസ്ഥ, വിളറിയ അവസ്ഥ, മുഖം നീലിച്ചു പോകുന്നൊരവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ ഫെയർ കോംപ്ലക്ഷനിലാണ്. ഇപ്പം നമുക്കിവിടെ ആണെങ്കിൽ മുഖം കരുവാളിക്കുന്നതെന്ന് ഇവിടെ പറയാം. ദീസ് ആർ ദ പ്രിൻസിപ്പൽ യൂസസ് ഓഫ് ദിസ് റെമഡി ഇൻ പ്രാക്ടീസ്. പ്രാക്ടീസിൽ, നിങ്ങളുടെ പ്രാക്ടീസിൽ ഇതൊക്കെയാണ് ആൻറ്റി ടാർട്ടിൻ്റെ പ്രധാനപ്പെട്ട പ്രയോഗ സാധ്യതകൾ. അപ്പം പ്രധാനപ്പെട്ട പ്രയോഗ സാധ്യതകൾ വളരെ സ്വാഭാവികമാണ്, വളരെ പലപ്പോഴും ആവർത്തിച്ചുണ്ടാകുന്നതാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് അനുസരിച്ചുകൊണ്ട് കൊടുത്താൽ, കാലിസൾഫ് കൊടുക്കേണ്ടിടത്തോ അമോണിയാക്കം കൊടുക്കേണ്ടിടത്തോ അല്ലെങ്കിൽ ലൈക്കപ്പോഡിയം മറ്റോ കൊടുക്കേണ്ട സ്ഥലത്തോ കഫക്കെട്ട് കണ്ട് നേരെ ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ സുഖപ്പെടുത്തില്ലെന്നർത്ഥം. ഇറ്റ് ഹാസ് മെനി പെയിൻസ് ആൻഡ് ഏക്സ്. പലതരം വേദനകളും നൊമ്പരങ്ങളൊക്കെ ഇതിനുണ്ട്. ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് ആൻറ്റിറ്റാർട്ട് ബിൽഡ്സ് അപ്പോൺ ദ ആന്റിമോണിയം ക്രൂഡം ബേസിസ്. അപ്പോൾ ആന്റി ക്രൂഡാണ് അതിൻ്റെ ഒരു ബേസ്. ആന്റി ക്രൂഡ് നമ്മൾ കണ്ടു. ആ ബേസിനപ്പുറത്തേക്കാണ് ആൻറ്റിബയോട്ടിക് പോകുന്നത്. അവർ രോഗിയുടെ ഒരു രോഗാവസ്ഥയുടെ ഒരു പരിണാമം, അതിൻ്റെ പ്രോഗ്രസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ആന്റി ക്രൂഡ് ബേസിൽ നിന്ന് തുടങ്ങിയെന്ന് മനസ്സിലാവും. ഇറ്റ് ഫോംസ് ഇറ്റ് ചെസ്റ്റ് സിംറ്റംസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് അപ്പോൺ ദാറ്റ് ബേസിസ്. ഈ ഒരു അടിത്തറയിലാണ്
ശ്വാസകോശ സംബന്ധമായ അല്ലെങ്കിൽ നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത്. മെനി ഓഫ് ദ സിംറ്റംസ് ആർ ലൈക്ക് ആന്റിമോണിയം ക്രൂഡം, പലതും ആന്റിക്രൂഡ് പോലെ തോന്നും. മെനി സിംറ്റംസ് ആർ വേഴ്സ് ഫ്രം വാംഡ് അപ്പ്, ചൂട് കിട്ടാൻ നേരത്ത് പലതും വർദ്ധിക്കും. നമ്മൾ നേരത്തെ അതിൻ്റെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടതാണ് ആന്റിക്രൂഡിൽ. ആൻഡ് ഫ്രം ടു മച്ച് ക്ലോത്തിങ്, കൂടുതൽ വസ്ത്രം ധരിച്ചാലും പ്രശ്നം വർദ്ധിക്കും. You will see this patient sitting up in bed with no clothing around the shoulders or neck. തണുപ്പ് രാജ്യത്ത് പറയുന്നതാണ്, ഓവർകോട്ടൊക്കെ ഇട്ട് സ്വെറ്ററൊക്കെ ഇട്ട് മഫ്ലർ ചുറ്റി മങ്കി ക്യാപ്പൊക്കെ വെച്ചിരിക്കുന്ന. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വൃദ്ധരാണെങ്കിൽ ഒരു സ്വെറ്റർ ധരിക്കും, അല്ലെ പുതക്കും, തലയിൽ തൊപ്പി വെക്കും. അപ്പം അതൊക്കെ മാറ്റിയിട്ട് ഒരു സിമ്പിൾ ഡ്രസ്സായിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ സാധാരണ സിമ്പിൾ ഡ്രസ്സ് ധരിക്കുന്നവരാണെങ്കിൽ അത് അഴിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. ആൻഡ് നൈറ്റ് ഗൗൺ വൈഡ് ഓപ്പൺ ഇൻ ഓർഡർ ടു ബ്രീത്ത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഈ വസ്ത്രങ്ങളൊക്കെ മാറ്റിയാലേ അവർക്ക് ശ്വാസം കഴിക്കാൻ പറ്റുള്ളൂ. സഫക്കേറ്റ്സ് ഇഫ് ദ റൂം ഈസ് ടു വാം, കൂടുതൽ ചൂടാണെങ്കിൽ. ഇവിടെ മുറി ചൂടാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലില്ല, പക്ഷെ ഇത്തിരി ചൂട് കാലാവസ്ഥയാണെങ്കിൽ അയാൾക്ക് ശ്വാസം മുട്ടൽ വരും. ഇൻ ഗെറ്റ്സ് ദാറ്റ് ഫ്രം ദ ആന്റിമോണിയം ക്രൂഡ്, അത് ആന്റിക്രൂഡിൻ്റെ ഒരു ആസ്പെക്റ്റ് ആണത്. ആന്റിക്രൂഡിൻ്റെ ഒരു എലമെന്റ് ഒരു 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 റാഡിക്കൽ ആന്റിടാർട്ടിലുണ്ടല്ലോ. അപ്പം ആ റാഡിക്കലിൻ്റെ ഒരു സ്വഭാവം കൂടി അവിടെ കാണിക്കുന്നുണ്ട്. ചൂട് വല്ലാതെ ഉണ്ടെങ്കിൽ അയാൾക്ക് ശ്വാസം മുട്ടൽ വരും. ഇറ്റ് ഈസ് വേഴ്സ് ഫ്രം ബാത്തിങ് ഇൻ കോൾഡ് വാട്ടർ, തണുത്ത വെള്ളം കൊണ്ട് കുളിക്കുമ്പോൾ കൂടുന്നു. അതും ആന്റിമോണിയം ക്രൂഡ് പോലെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ദ മ്യൂക്കസ് മെംബ്രെയിൻസ് ആർ കവേർഡ് വിത്ത് തിക്ക് വൈറ്റ് മ്യൂക്കസ്. മ്യൂക്കസ് മെംബ്രെയിൻസ് അത് നമ്മൾ നാവിലെ കോട്ടിങ് കണ്ടതാണ്, വെളുത്ത കട്ടിയുള്ള കഫം കൊണ്ട് ആവറേജ് വിടും. ലൈക്ക് ആന്റിക്രൂഡ്, ഇതൊക്കെ ആന്റിക്രൂഡ് പോലെ തന്നെ ഇരിക്കും. ഓൾസോ ഹി ഡസ് നോട്ട് വാണ്ട് ടു ബി മെഡിൽ വിത്ത് ഓർ ബോതേഡ്, പ്രധാനപ്പെട്ടൊരു മാനസിക ലക്ഷണം. ഇങ്ങനെ ഒരു ആന്റി ടാർട്ട് പേഷ്യൻറ്റിനെ, ഇത് കുട്ടിയായാലും വലിയതാണെങ്കിലും അവരെ പോയി ഒന്ന് ആശ്വസിപ്പിക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതുകൊണ്ട് അവർക്ക് ആശ്വാസം ഉണ്ടായില്ല. അവരാരും ഇടപെടാതെ അവരെ വെറുതെ വിട്ടുകൊള്ളണം. ആരും അത് ഇടപെടാൻ പാടില്ല. അവരെക്കുറിച്ച് മറ്റുള്ളവർ വ്യാകുലപ്പെടുന്നത് അവർക്ക് ഇഷ്ടമല്ല. എവറിത്തിങ് ഈസ് എ ബേർഡൻ. കാരണം ഈ രോഗിക്ക് ആന്റിക്രൂഡും ആന്റിടാർട്ട് പേഷ്യൻറ്റിന് എല്ലാം ഭാരമാണ്, എല്ലാം വല്ലാതെ അസഹനീയമായ ഭാരങ്ങളായി അനുഭവപ്പെടുന്നു. ദ ചൈൽഡ് വെൻ സിക്ക് ഡസൻ വാണ്ട് ടു ബി ടച്ച്ഡ്. സുഖമില്ലാത്തൊരു കുട്ടി തൊടാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു കുട്ടിയെ ഞാൻ ഈ 2 ആഴ്ച മുമ്പ് ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയത്തെ ഒരു സ്ഥാപനത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ ഒരു സീനിയർ മാനേജറുടെ കുട്ടി വന്നു. ആ കുട്ടിയെ ഞാൻ സാധാരണ കുട്ടിയെ കാണുമ്പോൾ നമ്മുടെ കയ്യിൽ പിടിക്കുമല്ലോ, എന്നെ തൊടരുത് അങ്ങനെ പറഞ്ഞു. അപ്പം അതിൻ്റെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, അമ്മയാണെങ്കിൽ ആരെങ്കിലും ഇഷ്ടമല്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഹോമിയോപ്പാത്തിനെ കൺസൾട്ട് ചെയ്യാൻ. ആ കുട്ടിക്ക് വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത പോക്കിൽ ഒരു നല്ലൊരു കൺസൾട്ടേഷൻ അവർക്ക് കൊടുക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ സാന്ദർഭികമായിട്ട് ഓർത്തു പോയതാണ്. ഡോണ്ട് വാണ്ട് ടു ബി ടച്ച്ഡ് ഓർ ടോക്ക്ഡ്. അവർ സംസാരിക്കുന്നത് ഇഷ്ടമല്ല, ഓർ ലുക്ക് ടച്ച്, അവർ നോക്കുന്ന പോലെ ഇഷ്ടമല്ല. ഞാൻ ഈ പറയുന്ന കുട്ടിക്ക് സംസാരിക്കാൻ താല്പര്യമാണ്, പല കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പം ഇവിടെ ആന്റി കുട്ടി ഇങ്ങനെ കുറുങ്കലും ശ്വാസം മുട്ടലൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അവരൊന്ന് സംസാരിക്കണ്ട, അവരെ തൊടണ്ട, അവരൊന്നും നമ്മൾ നോക്കുക പോലും വേണ്ട. വാഷ് ബി ലെറ്റ് അലോൺ, അവർ വെറുതെ വിട്ടോളണം. ദ ഇൻഫന്റ് ഈസ് ഓൾവേസ് കീപ്പിംഗ് അപ്പ് എ പിറ്റിഫുൾ വൈനിങ് ആൻഡ് മോർണിംഗ്. ഒരു ഇങ്ങനെ ദയനീയമായ തരത്തിൽ ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കും. പച്ചമലയാളം മോങ്ങുക എന്നുള്ളതാണ് വൈനിങ് ആൻഡ് മോങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണാൻ നേരത്ത് നമുക്ക് വേറെ ചില ഔഷധങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. കഫത്തിൻ്റെ നിറവും മറ്റുമൊക്കെ നോക്കിയാൽ അത് മനസ്സിലാകും. അപ്പോൾ വളരെ ദയനീയമായ ഒരു കരച്ചില്, മോങ്ങല് ആന്റിടാർട്ടിലുണ്ട്. മെനി ടൈംസ് ദ റെസ്പിറേഷൻ ഈസ് എ മോർണിംഗ് റെസ്പിറേഷൻ. ശ്വാസം പുറത്തേക്ക് വിടാൻ നേരത്ത് അവിടെ ഒരു മോങ്ങൽ പോലെ, ആ ശബ്ദം തന്നെ അങ്ങനെയാണ്. കുട്ടി ആകെ ദയനീയമായി കരയുകയാണോ എന്ന് തോന്നിപ്പോവും. റാറ്റ്ലിംഗ് ആൻഡ് മോർണിംഗ്, ഈ കഫം കൊണ്ടുള്ള കുറുങ്ങലും ഈ ഒരു തരം മോങ്ങലും. ഓൾവേസ് ഇൻ ബാഡ് ഹ്യൂമർ, ഒരു ഇതില്ല, ഒരു ഹ്യൂമറസ് ഒന്നുമല്ല, ബാഡ് ഹ്യൂമറാണ്. എപ്പോഴും ഇങ്ങനെ കരഞ്ഞും ദേഷ്യപ്പെട്ടും ഒക്കെ ഇരിക്കും. ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഇറിറ്റബിൾ വെൻ ഡിസ്റ്റർബ്ഡ്. അവരുമായിട്ട് നമ്മൾ ശല്യപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ വല്ലാതെ കുഴപ്പത്തിലാവും. എനി ഡിസ്റ്റർബൻസ് സീംസ് ടു ഇൻക്രീസ് ദ ബ്രീത്തിങ് ആൻഡ് ഈസ് ആൻ അനോയൻസ് ആൻഡ് മേക്സ് ദ പേഷ്യൻ്റ് ഇറിറ്റബിൾ.
ഈ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ്, തൊടുകയോ സംസാരിക്കുകയോ നോക്കുകയോ ചെയ്താൽ തന്നെ ആളാകെ ആ രോഗിയാകെ അസ്വസ്ഥമായി തീരും. നോ വണ്ടർ ദ പേഷ്യൻ്റ് ഈസ് വണ്ടർഫുള്ളി ആങ്ഷ്യസ്. വിസ്മയകരാം വിധം ഉത്കണ്ഠ ഈ രോഗിയിൽ ഉണ്ടാകുന്നു എന്നതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. അപ്പോൾ വിസ്മയകരാം വിധം ഉത്കണ്ഠ ഈ രോഗിയിൽ ഉണ്ടാകും. ബിക്കോസ് ഫ്രം ഹിസ് അപ്പിയറൻസ് വി വുഡ് സേ ദാറ്റ് ഹി മസ്റ്റ് ഹാവ് ദ ഫീലിംഗ് ദാറ്റ് ഈസ് ഡൈയിങ്. അയാളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയാൾ മരിക്കാൻ പോവുകയാണെന്ന് തോന്നിപ്പോകും. അപ്പോഴേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആശ്വാസവാക്ക് പറയാൻ ചെല്ലും. അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ അയാൾക്ക് തീരെ രക്ഷപ്പെടുകയില്ല. അയാളുടെ അവസ്ഥ, അയാളുടെ ഉത്കണ്ഠയും മറ്റുമൊക്കെ വീണ്ടും വർദ്ധിക്കും, വിസ്മയകരാം വിധം വർദ്ധിക്കും. ഹി ലുക്സ് ആസ് ഇഫ് ഹി വർ സിങ്കിങ്. ആള് മരണത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മരണക്കയത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇഫ് ഹി ഡസ് നോട്ട് ഗെറ്റ് റിലീഫ് സൂൺ ഹി സർട്ടൻലി വിൽ ഡൈ. അയാൾക്ക് എത്രയും പെട്ടെന്ന് സമാശ്വാസത്തിൻ്റെതായ ഒരു ഔഷധം കിട്ടിയില്ലെങ്കിൽ അയാൾ വേഗം ഉറപ്പായും മരിക്കും. ഫോർ ദർ ഈസ് എ ഫില്ലിംഗ് ഓഫ് ദ ചെസ്റ്റ് ദാറ്റ് ഈസ് സഫോക്കേറ്റിംഗ് ഹിം. കാരണം എന്താണ്? അയാളുടെ ശ്വാസകോശം ഈ കഫവും പല ദ്രാവകങ്ങളും പഴുപ്പും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അത്ര സാധനങ്ങളൊക്കെ ഒന്ന് നിറഞ്ഞിരിക്കുകയാണ്. പ്രാണവായുവിൻ്റെ ഒരു എക്സ്ചേഞ്ച് അവിടെ നടക്കുകയില്ല. അപ്പോൾ ആൾ വേഗം മരിക്കും. ആൻഡ് ദാറ്റ് ഈസ് സഫോക്കേറ്റിംഗ്. അയാളെ ശ്വാസം മുട്ടിക്കുകയാണ്, ശ്വാസം കിട്ടുന്നില്ല. ആൻഡ് ദ ഫീലിംഗ് ഈസ് ദാറ്റ് ഓഫ് സഫോക്കേഷൻ, ഡിസ്നിയ, ആൻഡ് വിച്ച് ഈസ് സ്റ്റെഡ്ലി ഇൻക്രീസിങ്. ക്രമമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസം മുട്ടൽ, വലിവ്. അങ്ങനെ വരുമ്പോൾ ആള് മരിക്കും. ദ വിങ്സ് ഓഫ് ദ നോസ് മൂവ് ആസ് ഇൻ ലൈക്കോപോഡിയം. ലൈക്കോപോഡിയത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മൂക്കിന്റെ ആ ദ്വാരത്തിന്റെ ഭിത്തികൾ ഒരു ഫാൻ പോലെ വിശറി പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഫാൻ എന്ന് പറയുമ്പോൾ കറങ്ങുന്ന ഫാൻ എന്ന് വിചാരിക്കരുത്, പഴയ വിശറി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, വീശുന്ന പോലെ. അപ്പോൾ വീണ്ടും പറയാണ് കമ്പാരിസൺ. ലൈക്കോപോഡിയം കമ്പീറ്റ്സ് വിത്ത് ഇറ്റ് വെരി ക്ലോസ്ലി ആൻഡ് റിസംബിൾസ് ഇറ്റ് വെരി മച്ച്. ലൈക്കോപോഡിയത്തിന് ഇതിനോട് വളരെയധികം സാദൃശ്യമുണ്ട്. ഇക്കാര്യത്തിൽ ഒരു മത്സരമുണ്ട് ആൻറ്റി ടാർട്ടും ലൈക്കോപോഡിയം തമ്മിൽ. അപ്പോൾ രണ്ടിൻ്റെയും സ്വഭാവ സവിശേഷതകൾ, പെക്യുലാരിറ്റീസ്, മൊഡാലിറ്റീസ്, ജനറൽസ് കണ്ടീഷനൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ തെറ്റിപ്പോവും. കാരണം ഇത് പറയാൻ കാരണം പലപ്പോഴും ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ അന്ന് ആൻറ്റി ടാർട്ട് എന്ന് വിചാരിക്കുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിരവധി മറ്റ് ഔഷധങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ ഒരു ഗുണം. നമുക്ക് ഇതേപോലെ വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് വീണ്ടും പല പറയുന്നുണ്ട്. തുടർന്ന് വരുന്ന എപ്പിസോഡ് നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.